ഹായ് ഹലോ ഇന്ന് നമുക്ക് ഈ കാണുന്ന ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കിയാലോ. 36 ചെസ്റ്റ് അളവിൻ്റെ ആട്ടോ ഞാൻ ചെയ്യാൻ പോണത്. മുകളിലെ തുണി ലെവലല്ലാത്ത കാരണം ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബാക്ക് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ അളവെടുക്കുന്നത് ആ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. 6.25 ഇഞ്ച് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴോട്ട് ആം ഹോൾ ഞാനൊരു 6.5 ഇഞ്ചാണ് കൊടുത്തത്. നിങ്ങളുടെ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങളെല്ലാം കൊടുക്കാനായിട്ട്. ഷോൾഡറൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറയണില്ല. ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ 1/4 ഭാഗം, പിന്നെ ലൈനിങ് ആയതുകൊണ്ട് ഞാനൊരു 1/4 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് 36ൻ്റെ 1/4 ഭാഗം 9 ഇഞ്ചും പിന്നെ ഒരു 1/4 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 9.25 ഇഞ്ചാണ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യണം. നെക്ക് ഞാനിപ്പോൾ ഇവിടെ ചെയ്യണില്ല, ഞാൻ ക്യാൻവാസിലാണ് ചെയ്യണത്. ഷോൾഡർ സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് ആം ഹോൾ ലൈനിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് ഒരു ചെരിച്ച് ഇതുപോലെ ഒരു ഷോൾഡർ സ്ലോപ്പ് ഒന്ന് വരച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുള്ള 1/2 ഇഞ്ച് ഭാഗം വിട്ടിട്ട് താഴെയുള്ള ഭാഗത്തിൻ്റെ മിഡ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ടാപ്പ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മിഡ് കണ്ടുപിടിക്കാൻ പറ്റുമേ. ഇനി നമുക്ക് കറക്റ്റ് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ വീണ്ടും വീണ്ടും പറയണത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫ്രീ ഹാൻഡായിട്ട് ഒന്നുകൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ടാപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുന്നുണ്ട്. എനിക്കിവിടെ 7.25 വേണ്ടിയിരുന്നത്, പക്ഷേ എനിക്കിവിടെ 8 കിട്ടിയത്. ഞാൻ ആദ്യം ആം ഹോൾ ലൈൻ വരച്ച് കൊടുത്തപ്പോൾ 6.5 ഇഞ്ച് കൊടുത്തിരുന്നു, പക്ഷേ എനിക്കത് 6.5 ഇഞ്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കുർത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ലൂസായിട്ട് കിടന്നാലും. ബ്ലൗസ് ആയതുകൊണ്ട് നല്ല കറക്റ്റ് ഫിറ്റിൽ തന്നെ കിടക്കണ്ടേ. ഞാനിവിടെ ആദ്യം വരച്ചിരുന്ന ലൈൻസൊക്കെ നനഞ്ഞ തുണി വെച്ചിട്ട് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ആം ഹോൾ വരയ്ക്കുകയാണ്. നനഞ്ഞിരിക്കണ കാരണം എനിക്ക് സ്കെയിൽ വെക്കാൻ പറ്റണില്ല, അപ്പം ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കണത്. ഇപ്പോൾ എനിക്ക് അളന്ന് നോക്കിയപ്പോൾ 7.25 തന്നെ കിട്ടിയിട്ടോ. ഞാനിവിടെ ടോട്ടൽ ലെങ്ത് എത്രയാണോ വേണ്ടതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ടോട്ടൽ വേണ്ടത് 14.5 ഇഞ്ചാണ്. പിന്നെ താഴോട്ട് നമുക്ക് എത്രയാണോ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാമേ. എൻ്റെ വേസ്റ്റ് റോഡിൻ്റെ 31 ഇഞ്ചിൻ്റെ 1/4 ഭാഗം ഒരു 7.25 എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ആ 7.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്ക് ഓപ്പണിന് വേണ്ടി കൊടുത്തിട്ടുള്ള 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ ലൈൻസൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിലെ ഓപ്പണിങ് ഞാൻ ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്നൊന്ന് നോക്കാം. ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ചിനുള്ളിലോട്ട് മടക്കി വെച്ചിട്ട് വേണം നമ്മളത് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. നമ്മൾ നോർമലി എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ തന്നെയൊക്കെ നമുക്ക് ചെയ്യാം. ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. താഴെ ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇടാൻ മറക്കരുത്. ഫസ്റ്റ് പോയിന്റ് ഞാനൊരു 9 ഇഞ്ചാണ് കൊടുത്തത്. ഞാനിവിടെ ബെസ്റ്റിൻ്റെ വിഡ്ത്ത് കൊടുത്തത് 3.5 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗം ഞാൻ അതുപോലെ തന്നെ 3.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ചാണ് ഞാൻ ടക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് വരച്ചെടുക്കാം. 9.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ 3.5 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ട് താഴെ 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. വീഡിയോയിൽ കാണുന്ന സെൻറ്ററിലുള്ള ലൈനാണ് കേട്ടോ 3.5 ഇഞ്ച്. അവിടെ നിന്ന് ഞാൻ റൈറ്റ് സൈഡിലോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത്. ടോട്ടൽ 2 ഇഞ്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെയാണ് ഞാൻ താഴെ വരച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലും ഞാൻ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 1/2 ഇഞ്ച് 2 സൈഡിലായിട്ടും പോകും. അപ്പോൾ ഞാൻ ആ പോകുന്ന 1 ഇഞ്ച് സൈഡിലായിട്ടൊന്ന് മാർക്ക് ചെയ്യുകയാണേ. ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കാനായിട്ട് മറക്കരുത്. ഞാൻ ഈ താഴെ കൊടുത്തിട്ടുള്ള പോയിന്റുകളൊക്കെ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മളിവിടെ പ്രിൻസസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 1/2 ഇഞ്ച് താഴെയും പോകില്ലേ, ആ 1/2 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതാണ് ഈ പ്രിൻസസ് കട്ടിൻ്റെ 2 സൈഡിലും കാണുന്ന ആ പോയിന്റ്. ഇപ്പോൾ മാർക്കിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. നമുക്ക് ആ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണമെന്നൊന്ന് നോക്കാം. ആദ്യം ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്യണത്. ക്യാൻവാസ് 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ കൊടുക്കുന്നത് ഒരു 4 ഇഞ്ചാണ്. ഇത് അത്യാവശ്യം വീതിയുള്ള കഴുത്താണ് ഈ മോഡലിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ 4 ഇഞ്ച് കൊടുത്തത്. കഴുത്തിൻ്റെ ഇറക്കം എനിക്ക് വേണ്ടത് 7 ഇഞ്ചാണ്. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോണത് കാരണം ഞാനിവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലി നെക്കൊക്കെ എങ്ങനെയാണ് വരച്ചെടുക്കുക അതുപോലെ ഒന്ന് ബോക്സ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം.
ഞാനിപ്പോൾ ബോക്സാക്കി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ ഉള്ളിൽ ഒരു 2 ഇഞ്ച് അല്ല ഒരു 2.5 ഇഞ്ച് കൊടുക്കാം. 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാമേ. താഴെ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് കൊടുത്തിട്ടുള്ള പോയിന്റ് 2 ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ ദാ ഇതുപോലത്തെ നെക്കാണ് കേട്ടോ വരച്ചെടുക്കണത്. ചിലർ സ്ട്രെയിറ്റ് ആയിട്ട് W പോലെ തന്നെ ചെയ്തെടുക്കാറുണ്ട്, അതായത് സ്ട്രെയിറ്റ് V പോലെ ഇവിടെ ചെയ്യാറുണ്ട്. എനിക്കവിടെ അങ്ങനെ വേണ്ടാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ തന്നെ നമുക്കിവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ചിരിക്കും നമ്മുടെ നെക്ക്. ഞാനപ്പോൾ അതൊന്നും കൂടി താഴ്ത്തി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കൈ കൊണ്ട്. ഇനി ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ ഞാനിവിടെ ഒരു മുകളിലോട്ടായിട്ടൊരു 1.5 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഇതിൻ്റെ മിഡൊന്ന് ഞാൻ പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞങ്ങൾക്ക് മിഡിൽ വേണ്ട, കുറച്ചുകൂടി വൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുറത്തോട്ടേക്ക് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മിഡായിട്ടാണ് കൊടുക്കുന്നത്. ഞാനിവിടെ ആദ്യം വരച്ച ലൈൻസിലും കുറച്ചുകൂടി താഴ്ത്തി ഒന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. തെന്നിപ്പോകാതിരിക്കാൻ എന്താ ഇതുപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഷേപ്പ് ഇതാണ്. നെക്ക് ഫിനിഷ് ചെയ്യണതിന് മുന്നേ നമുക്കിതാ ഇതുപോലെ 2 വള്ളി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം തന്നെ. എന്നിട്ടാണ് നമ്മൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുക. ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്തെ ഇവിടെ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും സൗണ്ട് ആയിരിക്കുമല്ലോ, നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. പിന്നെ ഇതിൻ്റെ അറ്റത്ത് വെക്കാനുള്ള ഭാഗമൊന്നും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യണില്ല, അത് ഞാൻ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനത് സ്റ്റിച്ച് ചെയ്യണുള്ളൂ. ഇനി നമ്മൾ നെക്കൊക്കെ എങ്ങനെയാണോ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ നല്ല മെറ്റീരിയൽ ലൈനിങ് ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി വരുന്ന ഭാഗം എന്താ ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നെക്ക് എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. 2ൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. കോർണറിലെത്തുമ്പോൾ അത് അതുപോലെ ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഭാഗത്താണ് നമ്മൾ വള്ളി വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ അതിൻ്റെ കോർണറിൽ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ഈ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കഴുത്തൊക്കെ എങ്ങനെയാണോ നമ്മൾ മറിച്ചിട്ട് അടിക്കുക അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ബാക്ക് ഓപ്പൺ കാരണം ഞാൻ 2 പീസാക്കി വെച്ചിട്ടായിരുന്നു. ഇനി ഞാൻ ഈ നെക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് 2ആയി കട്ട് ചെയ്തെടുക്കുകയാണേ. നമ്മൾ ഹുക്ക് വെക്കാനായിട്ട് നമ്മൾ ബാക്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരുന്നില്ലേ, ആ 1/2 ഇഞ്ച് നെക്കിൽ ആഡ് ചെയ്തിട്ട് വേണം നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. അതായത് 4 ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ട് കൊടുത്തെന്നുണ്ടെങ്കിൽ മൊത്തം 4.5 ഇഞ്ച് കൊടുത്തിട്ട് വേണം നെക്ക് കട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താലേ നമ്മളിങ്ങനെ മടങ്ങി പോകുമ്പോൾ ഇവിടെ കറക്റ്റ് 4 ഇഞ്ചായിട്ട് കിട്ടുള്ളൂ. ഞാൻ എൻ്റെ ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് മുന്നായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.